ഉടമ്പടി ഇതുപോലെ തന്നെ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് സത്യസന്ധമായി സമൂഹത്തോടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നത്. അതും ഇതുപോലെ ദൈവം നിങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നൊരു വിഷയമാണ്. ദൈവം നിങ്ങളെ വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ കാരണം ദൈവം നിങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു മനുഷ്യൻ്റെ ഉടമ്പടിയിൽ ഒരു പുരോഗതിയും ഉണ്ടാകത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്താണ്? ദൈവത്തെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കണം. ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുവെന്ന് ദൈവം പറയണം. അതിനുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്? ഫ്യൂച്ചർ ഇൻഷുറൻസ്. നിങ്ങളുടെ ഭാവി കാലങ്ങളെ നിങ്ങളെ മനസ്ഥിതി ഉൾപ്പെടെ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാമെന്ന് ഇൻഷുർ ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോണത്. എന്താണ്? മറ്റുള്ള വ്യക്തികളിലേക്ക്, മഹാസഭകളിലേക്ക് വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കണം. അതാണ് സങ്കീർത്തനം 40:9. ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. പല ആൾക്കാരുടെയും പ്രശ്നം എന്താണ്? ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നാവ് അടക്കി കളയും. ബാക്കി അതിനൊന്നും നാവ് പൊങ്ങത്തില്ല. വീട്ടിൽ തർക്കം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും വീട്ടിൽ പറഞ്ഞു ജയിക്കാനും ഒക്കെ നാവിന് 32 മീറ്റർ നീളമാണ്. കർത്താവിൻ്റെ കാര്യം പറയാം കാമാന്ന് മിണ്ടത്തില്ല. അതാണ് അടക്കി നിർത്തുക. മനുഷ്യന്മാർ 2 തരമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കാര്യത്തിന് നാവ് അടക്കി നിർത്തുന്നവർ. അവർ ഗതി പിടിക്കത്തില്ല. കാര്യം എന്താണ്? അവർക്കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. അതുകൊണ്ട് ദൈവം അവരെ വിശ്വസിക്കുന്നില്ല. ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ കൈമാറണം. അതിങ്ങനെ 1-2 വ്യക്തിക്ക് അടുക്കളയിരുന്ന് മകളോട് പറയണമല്ല സംഭവം. ഞാൻ മഹാസഭയിൽ, ഒന്നിന് വായിച്ചേ. ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ രക്ഷയുടെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അതാണ് എൻ്റെ വിഷയം. അധരങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിലെ അച്ചടക്കം പഠിപ്പിക്കരുത്. നിങ്ങൾ അധരങ്ങൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ, അധരങ്ങൾ നമ്മളല്ലേ അത് മറ്റുള്ളവരോടത് പറഞ്ഞ് അവരിൽ വിശ്വാസം ഉണ്ടാക്കേണ്ടതാണ്. പല ആൾക്കാരും ദ്രവിച്ച് പോയതിൻ്റെ കാര്യം അധരങ്ങളെ അടക്കി. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ വാട്സപ്പിൽ അവിടെ ഗ്രൂപ്പിലേക്ക് അവിടെ അനുഭവങ്ങൾ പാസ് ചെയ്യത്തില്ലല്ല. എന്താ കാര്യം? മറ്റുള്ളവർ ഞാൻ വിശ്വാസിയായിപ്പോയാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചില ഈ നിരീശ്വരന്മാർക്ക് വന്നിരിക്കുന്ന ഗതികേട് എന്താണെന്ന് അറിയാമോ? യവന്മാർ അവസാന കാലങ്ങളാകുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും, ഈശ്വരവിശ്വാസികളാവും. പക്ഷേ പറയാൻ പറ്റത്തി കഴിഞ്ഞാൽ പറയാൻ പറ്റിയെങ്കിൽ അവർ രക്ഷപ്പെട്ടേനാം. പക്ഷെ അവർ രക്ഷപ്പെടുത്തത്തില്ല. അവരുണ്ടാക്കിയ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഡാർവിനൊക്കെ മരിക്കാൻ നേരത്ത് ചുറ്റും അയാൾക്ക് മാനസാന്തരപ്പെടണമെന്നും അനുതാപപ്പെടണമെന്നും ദൈവം ഇല്ല എന്ന് പറഞ്ഞതിനൊക്കെ മാപ്പ് ചോദിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ നിൽക്കുന്ന കിങ്കരന്മാർ പുഴ പെടരി കുത്തി പിടിച്ചിരിക്കുകയാണ്. പറയിപ്പിക്കത്തില്ല, ആരെയും അടുപ്പിക്കത്തില്ല. ഇത് ശാപം പിടിച്ച ഒരു മരണമാണ് ശരിക്കും. നല്ല ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ഓർക്കണം, അവസാന കാലങ്ങളിൽ മാനസാന്തരപ്പെടാമെന്ന് വിചാരിക്കരുത്. ഈ നാവുകൾ അടക്കി നിർത്താനുള്ളതല്ല, കർത്താവിന് പേരിൽ മറ്റുള്ളവരെ നിങ്ങളുടെ വിശ്വാസം അറിയിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അല്ല നിങ്ങളുടെ മാത്രം വിശുദ്ധീകരണത്തിനും അനുതാപത്തിനും ഉള്ളതല്ല നാവ്, മറ്റുള്ളവരെ വിശ്വാസം വളർത്താനുള്ളതാണ്. അതുകൊണ്ടാണ് മഹാസഭയെന്ന് പറയുന്നത്. ചില ചേട്ടത്തിമാർ പറയും അത് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞായിരുന്നു, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. അതൊന്നും ഏക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടിയ അനുഭവം വീട്ടിൽ പറയണതും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറയണതല്ല. ഞാൻ മഹാസഭയിൽ അങ്ങയുടെ നീതി പ്രഘോഷിച്ചു, അങ്ങേക്കറിയാവുന്ന പോലെ ഞാൻ നാവടക്കിയിട്ടില്ല. 12,000 മനുഷ്യരുള്ള സമൂഹത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയണം. എന്തിനാണ് പറയണത്? അത് നിങ്ങൾക്ക് ദൈവതിരുസന്നിധിയിൽ വിശ്വാസ്യത കിട്ടും, മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ ദൈവാനുഭവങ്ങളെ മഹാസഭയിൽ പ്രഘോഷിക്കാൻ ആവശ്യമായ ആത്മധൈര്യങ്ങളെ എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ,
ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടങ്ങി വെച്ചിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഗീതം പോ. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ദൈവമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകുവാനുള്ള ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കണ്ണുകളടച്ച് കൈകൾ കൂട്ടി നെഞ്ചത്ത് വെച്ചുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾ ആഘോഷിക്കുന്ന തിരുവുത്ഥാനത്തിൻ്റെ വീണ്ടെടുപ്പ് ദിനങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി തെരുവിലായാൽ മുറിവേൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്ത ദൈവരക്ഷക, നിന്റെ തിരുവുത്ഥാനത്തെ സാക്ഷീകരിക്കുന്ന ഉയർപ്പിന്റെ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം മഹത്വം മഹത്വം. ഉദ്ധാരം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, കഴിഞ്ഞ ഉയർപ്പ് മുതൽ ഈ ഉയർപ്പ് വരെ മനുഷ്യൻ ജീവിച്ചപ്പോൾ ചില കാര്യങ്ങളിൽ മനുഷ്യൻ ഇപ്പോഴും ഒരിടത്തുനിന്നിപ്പില്ലാത്ത ജീവിതാവസ്ഥകളുണ്ട്. ചില മനുഷ്യന്മാർക്ക് മാനസാന്തരമില്ല, ചില രോഗങ്ങൾക്ക് സൗഖ്യമില്ല, ചില കുടുംബങ്ങൾ പഴയതുപോലെ തന്നെ ദ്രവിച്ച് കിടക്കുകയാണ്. ചില ആൾക്കാരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റമില്ല. ചില കുടുംബത്തിൽ സമാധാനം കൊടുക്കണേയില്ല. ചില കുടുംബങ്ങൾ പരസ്പരം മിണ്ടാട്ടമില്ല. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം തണുത്തു പോയത് കാരണം പിന്നെ ഒരു കുടുംബത്തിൻ്റെ ഒരു നമ്പറുള്ള വീട്ടിൽ അങ്ങനെ കാറ്റും മഴയും കൊള്ളാതെ ചുമ്മാ കുറേ ഭൗതിക ശരീരങ്ങൾ ജീവിച്ചു തീർക്കുന്ന ജീർണതയുടെ കുടുംബങ്ങളിലേക്ക് കർത്താവേ, നീ പാതാളത്തിലേക്ക് ഇറങ്ങിയ ദിവസങ്ങളാണ് ഈശോയെ. ആ പാതാളം ഭൂമി തന്നെയുള്ള പാതാളങ്ങളായ കുടുംബങ്ങളുടെ ഈശോയെ, അവിടെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ പാതാള കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ വീണ്ടെടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ.
ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, എൻ്റെ മക്കളെ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് അച്ഛനിലൂടെ ഈശോ നൽകുന്ന പ്രാർത്ഥന ആശീർവാദങ്ങൾ സ്വീകരിക്കേണ്ട സമയമാണ്. കർത്താവേ, ഓൺലൈനിലും തീർത്ഥാടനത്തിലും അനേകം മക്കളെ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കർത്താവെ, നിന്റെ തിരുക്കല്ലറയെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. തുറന്നു കിടക്കുന്ന തിരുക്കല്ലറയെ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഈശോയെ, ഞങ്ങളുടെ പ്രത്യാശയുടെ കുടീരമാണത്. കർത്താവെ, അനേകം മക്കളെ ഈശോയെ കല്ലറ തുറന്ന് ഈ കാലങ്ങളിൽ കർത്താവെ അങ്ങ് പുറത്തേക്ക് കൊണ്ടുവരണമേ, ഉയർപ്പിൻ്റെ മഹപ്രാപിക്കാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഈ ജീവിതത്തിൽ മനസ്സ് മടിഞ്ഞു പോയവർ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർ, പരിശ്രമിച്ച് പരാജയപ്പെട്ട് ഞങ്ങളുടെ ഗതി ഇത് തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വല്ലാത്ത രീതിയിൽ കല്ലറയിൽ അകപ്പെട്ടു പോയവരെ കർത്താവെ നിൻ്റെ തിരുമുറിവാർന്ന് ആണിപ്രതാർന്ന് വലതുകരത്ത ഉയർത്ഥാനത്തിന് തിരുവരക്കരുത്താൽ അവരെ സ്പർശിക്കണമേ യേശുവേ. ഞാൻ എൻ്റെ ജനതയെ കല്ലറകൾ തുറന്ന് പുറത്ത് കൊണ്ടുവരുന്ന കർത്താവ് പ്രവചനം, ഞാൻ എൻ്റെ ജനതയെ കല്ലറകൾ തുറന്നുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുള്ള പ്രവചനം കർത്താവ് ഈ ആഴ്ചയിൽ ഈ ധ്യാനം കൂടുന്ന ഓരോ മകൻ്റെ മനസ്സ്, ശരീരം, ജീവിതം, ജോലി, എല്ലാ ജീവിത വിളികൾ, ജീവിത അന്തസ്സുകളെ എല്ലാ കല്ലറകളും കർത്താവെ അടഞ്ഞു കിടക്കുന്ന ജീർണാതമായ കല്ലറകളെ യേശു നാമത്തെ തുറക്കപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ്, തിരുവുദ്ധാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കർത്താവെ പലതരത്തിലുള്ള ജീർണത ഉള്ള അടക്കം ചെയ്ത കുഴിമാടങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പൊന്തി വരുന്ന കർത്താവെ, വർഷങ്ങളോളം മരുന്നുകൾ ഒരേ മരുന്ന് തന്നെ കഴിച്ച് വേറെ രോഗം വന്ന് മരുന്നുണ്ടാക്കുന്ന രോഗങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു കല്ലർ ഇറക്കപ്പെട്ട പോലെയാണ് ഈശോയെ. അതുപോലെ തന്നെയാണ് ഈശോയെ കേസുമായിട്ട് കുടുംബക്കോടതിയിലും ഒത്തുതീർപ്പിടങ്ങളിലും ഹൈക്കോടതിയിലുമൊക്കെ നടക്കുന്നവർ. അതിനുവേണ്ടി കർത്താവ് പല വക്കീലുമാരുടെ ആട്ടുതുപ്പ് മേടിച്ചും കേസിലും ജീവിതത്തിലും പരാജയപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചടക്കുന്ന ജന്മങ്ങളെ അവരെ ജീവിതത്തിൽ അവരുടെ കാലത്തിൻ്റെ കല്ലറിൽ അടക്കപ്പെട്ടു പോയി അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ. മനസ്സിടിഞ്ഞു പോയവർ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ മനസ്സുകൊണ്ട് ഇരുട്ടിലായിപ്പോയ മക്കൾ യേശുക്രിസ്തു നാമത്തിൽ ഉയർത്തുന്നിട്ട് വരട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ അന്ധനെ സുഖപ്പെടുത്തിയ കർത്താവേ, നോൻപ് കാലത്ത് വിശുദ്ധ ജീവിതം നയിക്കുകയും നോൻപ് കഴിഞ്ഞപ്പോൾ അന്ന് നടത്തിയ വിശുദ്ധ ജീവിതം മുഴുവനും പട്ടിനക്കിയ പിണ്ടം പോലെ വ്യർത്ഥമാക്കിക്കൊണ്ട് കുടിച്ച് കൂത്താടി നടന്ന് കുടുംബത്തെ നശിപ്പിക്കുന്ന അന്ധജന്മങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. അന്ധന് കാഴ്ച നൽകുവനെ നിന്റെ തിരുമുറിവാർന്ന് വലതു കർത്ത ഇതുപോലെയുള്ള അന്ധവിശ്വാസികളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കണ്ണുകൾ വിശുദ്ധിയിലേക്ക് തുറക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന ഈശോയെ, പല ജോലി അന്വേഷിച്ച് കിട്ടുന്നില്ല, മനസ്സിടിഞ്ഞ് അതുപോലെ തന്നെ കർത്താവെ സാമ്പത്തികമായ വരുമാനത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം അടഞ്ഞുപോയവർ, കടക്കാരെപ്പോഴും കർത്താവ് വരയം വെച്ചുകൊണ്ട് സമാധാനം അറ്റുപോയവരെ,
സമാധാനം അടക്കം ചെയ്തു പോയ, സന്തോഷം അടക്കം ചെയ്തു പോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പുതിയ ഉണർവിനായി കർത്താവെ അവരെ നീ വിധാനം ചെയ്യിക്കണമേ. പുതിയ ജീവിതം നൽകിക്കൊണ്ട് പരിശുദ്ധമ്മ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവേ, വരുമാനമാർഗം മുട്ടിപ്പോയവരെ, തൊഴിലിടങ്ങൾ നശിച്ചു പോയവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, അവരെ സങ്കടത്തോടെ അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഈ ആഴ്ചയിൽ ഈശോയെ ആ മേഖലകളെല്ലാം നീ പ്രവർത്തിച്ചുകൊണ്ട് അവരെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരോ മക്കളെ വിസ എക്സ്പയറായി പോയവര്, വിസ ലഭിക്കാത്തവര്, പരീക്ഷ എഴുതിക്കൊണ്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇനിയും എഴുതാനുള്ള പരീക്ഷകൾ, അപ്പോയിൻമെൻറ്റിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം കർത്താവ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ പ്രത്യാശയുടെ പ്രകാശം ചൊരിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതം ഉത്ഥാനം ചെയ്യട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മുട്ടേദിക്കുക. മക്കളില്ലാത്തവരെ ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിമിഷം അവർ അച്ഛൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വെളിച്ചമില്ലാത്തവരെ, വെള്ളം കിട്ടാത്തവരുണ്ട്. നൂറുകണക്കിനും മലയടിവാരങ്ങളിലേക്ക് താത്തിയിട്ട് വെള്ളം കിട്ടാതിരിക്കുന്നവർ, പറമ്പ് വിൽക്കാൻ പോകുന്നവർ, വിൽക്കാൻ പറ്റാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, ഓരോരോ പ്രയാസങ്ങൾ പെട്ടിരിക്കുന്നവർ മൗനമായി പ്രാർത്ഥിക്കട്ടെ. മാറാത്ത രോഗങ്ങൾ, തീരാത്ത വേദികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തറയ്ക്കപ്പെടുകയും, മനസ്സുകൊണ്ട് ഇടിഞ്ഞുപോയവർ, ഓട്ടിസം രോഗികൾ, മനോരോഗികൾ, ഡിപ്രഷൻ രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തിരുവുത്ഥാനത്തിൻ്റെ ദിവസങ്ങളിൽ അവർക്ക് പുതിയ പ്രകാശവും പ്രത്യാശയും ആവേശം പകർന്നുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് വരട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ ആവേ.